ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ആ സ്വത്തുക്കളൊന്നും വേണ്ടാന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തെന്ന് കേട്ടു. എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എഴുതി ഒപ്പിട്ട് കൊടുത്തോന്ന്. എഴുതി കൊടുത്തു. നീ ഇത്ര വിഡ്ഢിയാണോ? എന്തിനാ അങ്ങനെ എഴുതി കൊടുത്തത്? ഞാൻ പ്രതാപവർമ്മയുടെ മകളല്ലാത്തതുകൊണ്ട്. എനിക്ക് അർഹതയില്ലാത്ത സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറഞ്ഞു എന്ന് കരുതി എന്റെ മോൾ അതൊന്നും വിശ്വസിക്കരുത്. ആ കേട്ടതൊന്നും സത്യമല്ല. ഞാൻ കേട്ടത് എന്റെ അച്ഛനായിരുന്ന ആളുടെ നാവിന്ന് മാത്രമല്ല, എന്നെ ജനിപ്പിച്ച ആളുടെ നാവിന്നും ഞാനത് കേട്ടതാ. നീ നിന്റെ അമ്മയെ അവിശ്വസിക്കുകയാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ അവിശ്വസിക്കില്ല. കാര്യം ഞാൻ എന്റെ മോളെ കണ്ടിട്ട് വർഷങ്ങളായി. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്റെ മോൾക്ക് ആരെയും ചതിക്കാനാവില്ല. സ്നേഹിക്കാനേ അറിയാവൂ. ഇനി ഞാനതൊന്നും വിശ്വസിക്കില്ല അമ്മമ്മേ. ഏതായാലും എന്റെ ഹൃദയം തകർന്നു പോയി. ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആവതും ശ്രമിക്കും. എന്റെ മുൻപിൽ എന്നെ പ്രസവിച്ച സ്ത്രീയുടെ ന്യായീകരണമൊന്നും അമ്മമ്മ നോക്കണ്ട. എത്ര ന്യായീകരിച്ചാലും അവരെ തെറ്റുകാരിയല്ലെന്ന് ഞാൻ കരുതില്ല. രാജു, നീ എങ്കിലും അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അവൾ അറിഞ്ഞതൊന്നും സത്യമല്ല എന്ന്. വർമ്മ സാറ് തുറന്നു പറഞ്ഞില്ലേ അമ്മമ്മേ? സാറ് പറഞ്ഞത് നുണയാവൂ? രാജു, ഇതിന്റെയൊക്കെ പിന്നിൽ അംബികയാണ്. അവൾ ഉണ്ടാക്കിയ കള്ളക്കഥകളില് നിങ്ങൾ അങ്ങ് വീണു. പക്ഷെ ഇതിന്റെ സത്യം എന്തായാലും ഒരു നാൾ പുറത്തു വരും. അന്ന് നിങ്ങൾ എല്ലാരും വിഷമിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. പ്രതാപന്റെ സ്വത്തുക്കള് ഋതുമോള് വേണ്ടാന്ന് വെച്ചാ അതെ ആ അംബികയും മകനുകൂടി കൊണ്ടുപോകും. വല്ല അനാഥാലയങ്ങൾക്കോ അതുപോലുള്ള വല്ല ചാരിറ്റികൾക്കോ എഴുതി കൊടുത്താലും അംബികയ്ക്ക് മോനും അത് കൊടുക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഋതിക അത് എഴുതി കൊടുത്തു പോയില്ല അമ്മമ്മേ. വെറും ഒരു പത്രത്തിൽ എഴുതി കൊടുത്തു കരുതി അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടോ? രജിസ്റ്റർ ഓഫീസ് പോയി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവൂ. അതെന്തോ ആവട്ടെ. അതൊക്കെ പോയാലും നിനക്കും ഋതുമോൾക്കും സൂര്യമംഗലത്തെ സ്വത്തുക്കളുണ്ട്. ഞാൻ എഴുതി തന്ന സ്വത്തുക്കൾ. അതെ ആർക്ക് എഴുതി കൊടുക്കരുതെന്ന് അവളോട് പറയണം. അവൾ എടുത്തുചാടി എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായി പോകുന്നുണ്ട്. നീ അത് ശ്രദ്ധിച്ചോണം. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മമ്മേ.